ഒരു നല്ല ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ അവസരം ദൈവം നൽകിത്തന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും എന്നരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നാം ജീവിക്കുവാൻ. വചനം നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കണം, കാലിന് ദീപമായിരിക്കണം. വചനം കാണിച്ചു തരുന്ന പ്രകാശത്തിൽ നാം നടന്നാൽ തീർച്ചയായും ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരും. നമ്മുടെ പ്രയാണത്തെ തടയുവാൻ ആർക്കും ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന് മാത്രമല്ല, ദൈവവചനത്താൽ നാം നിത്യേന നേരിടുന്ന എല്ലാ പരിശോധനകളെയും തരണം ചെയ്യുവാനും ജയിപ്പാനും നമുക്ക് കഴിയും എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ക്രിസ്ത്യാനികൾ നേരിടുന്ന, യഥാർത്ഥ ക്രൈസ്തവർ നേരിടുന്ന ഒരുപാട് പരിശോധനകളുണ്ട്. ഹൃദയത്തിൽ ഉള്ളത് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം പലപ്പോഴും തൻ്റെ ജനത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം. പരിശോധിക്കപ്പെടുന്നവർക്ക് മാതൃകയായി നമ്മുടെ കർത്താവായ യേശു നിലനിൽക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 4-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ യേശു നേരിട്ട 3 പരീക്ഷകളുണ്ട്. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചിരുന്നില്ല. അവിടെ 40 ദിവസം പിശാചിനാൽ അവൻ പരീക്ഷിക്കപ്പെടുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് പിശാച് അടുത്തു വന്ന് യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതെല്ലാം വിസ്തരിപ്പാൻ നമുക്ക് സമയമില്ല. 5-ാമത്തെ വാക്യത്തിൽ പിശാച് യേശുവിനെ ഒരു ഉയർന്ന പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് യേശുവിനെ കാണിച്ചു. പിശാച് യേശുവിനോട് പറഞ്ഞത്, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അവയെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ അത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിക്കുമെങ്കിൽ അതെല്ലാം നിൻ്റേതാകും. യേശുവിനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവനെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഒരു വലിയ പരിശോധനയാണ് യേശു നേരിടുന്നത്. സാത്താൻ യേശുവിനെ ലോകത്തിൻ്റെ സകല മഹത്വവും കാണിക്കുകയാണ്. കാണിച്ചിട്ട് യേശുവിനോട് പറയുന്നത്, ഒരു പ്രാവശ്യം എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ നിനക്കിതെല്ലാം തരാം. നോക്കൂ, അത്യുന്നതനായ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നൊരു പ്രമാണം നിലനിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ, ഒറ്റ പ്രാവശ്യം കോംപ്രമൈസിന് തയ്യാറായാൽ, ആരാധനയുടെ കാര്യമല്ലേ, ഒരു പ്രാവശ്യം മാത്രം എന്നെ ഒന്ന് ആരാധിച്ചാൽ ഞാനിതെല്ലാം നിനക്ക് തരാം എന്നുള്ള ഒരു വാഗ്ദത്തം സാത്താൻ നൽകുകയാണ്. യേശു പരീക്ഷയെ ജയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സാത്താൻ പ്രവർത്തിക്കുന്നത് ഈ നിലയിലാണ്. ദൈവവചനത്തിനു വേണ്ടി നിലനിൽക്കുന്ന വ്യക്തികളുടെ അടുക്കൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഭക്തന്മാരുടെ അടുക്കൽ പോലും ചെന്ന് അവരെ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിക്കുന്ന, കോംപ്രമൈസ് ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന, വചനത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ പോലും അല്പസമയത്തേക്ക് കോംപ്രമൈസ് ചെയ്യുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന, അതിന് പ്രതിഫലമായി പല കാര്യങ്ങൾ, ലോകത്തിലെ നന്മകൾ വാഗ്ദാനം ചെയ്യുന്ന പിശാചിൻ്റെ പരീക്ഷകൾ ഇന്നും തുടരുകയാണ്. പലരും അതിൽ തോറ്റുപോയി. ലോകത്തിൻ്റെ ഇമ്പങ്ങൾ കാണിച്ച് സാത്താൻ പലരെയും പ്രലോഭിപ്പിച്ചപ്പോൾ ദൈവവചനത്തോട് വെള്ളം ചേർത്ത്, ദൈവവചനത്തിൽ വിട്ടുവീഴ്ച കാണിച്ച്, കോംപ്രമൈസ് ചെയ്ത് അനേകർ സാത്താൻ്റെ മുമ്പിൽ അടിയറവ് വെച്ചുപോയി ഇവരുടെ ജീവിതം. എന്നാൽ യേശു ജയിച്ചു. യേശു കോംപ്രമൈസിന് തയ്യാറായില്ല. യേശു വചനത്തിന് വേണ്ടി നിന്നു. അത് നമുക്ക് മാതൃകയാണ്. യേശു മാത്രമല്ല, അനേക അപ്പോസ്തലന്മാർ അവർ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിന്നവരാണ്. അപ്പോസ്തലനായ പൗലോസ് കർത്താവിൽ നിന്ന് നേരിട്ട് പലതും പ്രാപിച്ച ഒരു ഭക്തനാണ്.
ഗലാത്യലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അവർ എന്തോ ആയിരിക്കുന്നു എന്ന് കരുതപ്പെട്ടവർ, അവർ ആരായിരുന്നാലും എനിക്ക് അവരോട് പ്രത്യേക പരിഗണനയില്ല. ദൈവം മുഖപക്ഷം കാണിക്കുന്നില്ല. അവർ എന്നെ കൂടുതലായി ഒന്നും ഗ്രഹിപ്പിച്ചിട്ടുമില്ല. ചില ആളുകൾ അവർക്ക് വഴങ്ങിക്കൊടുക്കുവാൻ പൗലോസിനെ നിർബന്ധിക്കുന്നു. അവർ പ്രമാണിമാരായിരുന്നു. അവർ ആരായിരുന്നു എങ്കിലും ആരാകുന്നുവെങ്കിലും പൗലോസ് പറയുന്നു, എനിക്ക് ഏതുമില്ല. ഞാനൊരു നാഴിക പോലും അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. നിർബന്ധിച്ചത് പ്രമാണിമാരാണ്, ശേഷിയുള്ളവരാണ്, കരുത്തുള്ളവരാണ്. അവർക്ക് മുമ്പിൽ ഒരു നിമിഷം പോലും വഴങ്ങിക്കൊടുക്കാതെ സുവിശേഷത്തിൻ്റെ സത്യത്തിനു വേണ്ടി നിലനിന്ന അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ നേട്ടത്തിനു വേണ്ടി, താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി, ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തെ വിറ്റ്, ദൈവവചനം വിറ്റ്, ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്ത്, കോംപ്രമൈസ് ചെയ്ത് അനേകർ ജീവിക്കുമ്പോൾ വചനത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുവാൻ, വിശ്വസ്തരായിട്ട് നിൽക്കുവാൻ, ദൈവവചനത്തിനു വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. നമുക്ക് സമർപ്പിക്കാമോ? കർത്താവേ, അങ്ങയുടെ വചനത്തിനായ സ്തോത്രം. എന്തു വില കൊടുത്തും വിട്ടുവീഴ്ച ചെയ്യാതെ ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ, അതിന് തടസ്സമായി വരുന്ന പരിശോധനകളെ ജയിക്കുവാൻ ദൈവം എല്ലാവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.